വയനാട് കൽപ്പറ്റയിൽ SKMJ ഗ്രൗണ്ടിൽ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ദേശീയ പതാക ഉയർത്തി. കാളിദാസ് ദേവദത്തം വയനാട്ടിൽ നിന്ന് ശരിയാണ്. കാളിദാസ്, വിവരങ്ങൾ പറയൂ. SK 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന രാജ്യത്ത് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇതേപോലെ തന്നെ പരേഡുകൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും അവസാനിച്ചിരിക്കുന്നു. ഇനി സ്വാതന്ത്ര്യ സന്ദേശത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഇവിടെ കൃഷിമന്ത്രി ടി സിദ്ദിഖാണ് പതാക ഉയർത്തി ഈ ഒരു പരേഡിനെ അഭിസംബോധന ചെയ്തത്. 17 പ്ലാറ്റൂണുകൾ ഇടങ്ങിയ ഒരു പരേഡ് കൂടെയായിരുന്നു. ആ പരേഡ് പൂർത്തീകരിക്കുന്നു. വിവിധ വകുപ്പുകളടക്കമുള്ളതുണ്ട്. ഇപ്പോൾ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. SK പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, ടി സിദ്ദിഖ് സംസാരിക്കുകയാണ് കൽപ്പറ്റയിൽ. ഇനി എറണാകുളത്തെ പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി റോജി എം ജോൺ അല്പം പതാക ഉയർത്തി. വിനീത VG അവിടെ നിന്ന് തത്സമയം ചേരുന്നു. the Chinese food band. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ നടക്കുന്ന പരേഡിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അല്പസമയം മുൻപാണ് ദേശീയ പതാക ഉയർത്തിയത്. അതിനുശേഷം അദ്ദേഹം പരേഡ് വീക്ഷിച്ചു, പരിശോധിച്ചു. ഇപ്പോൾ ആ പരേഡ് പുരോഗമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എറണാകുളം ജില്ലാ കളക്ടർ G പ്രിയങ്ക, ഒപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആൻഡ് IGP കാളിരാജ് മഹേഷ് കുമാർ, ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ എന്നിവർ അഭിവാദ്യം സ്വീകരിക്കുകയാണ്. രാവിലെ 9 മണിയോടുകൂടി തന്നെ ഈ പരേഡ് നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ പരേഡ് പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. ദേശഭക്തി ഗാനം, സി കാഡറ്റ് കോപ്സ് അവതരിപ്പിക്കുന്ന ഹോൺ പൈപ്പ് ഡാൻസ് എന്നിവ ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. സായുധ സേന പതാക ദിന ഫണ്ടിലേക്ക് കൂടുതൽ തുക സമാഹരിച്ചുള്ളവർക്കുള്ള മുഖ്യമന്ത്രിയുടെ റോളിംഗ് ട്രോഫികളുടെ വിതരണവും ഒപ്പം തന്നെ മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള സമ്മാനദാനവും ഈ പരേഡിന് ശേഷം മന്ത്രി നിർവഹിക്കും. 25 പ്ലാറ്റൂണുകളും ഒപ്പം 4 ബാൻഡ് ട്രൂപ്പുകളുമാണ് ഈ ആഘോഷ പരിപാടികൾ, സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ദേശീയ ഗാനത്തോടെ ചടങ്ങ് സമാപിക്കും. ഇപ്പോൾ ആ പരേഡ് പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എറണാകുളം ജില്ലാ കളക്ടർ പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി റോജി എം ജോണാണ് പതാക ഉയർത്തത്. നമ്മളിനി കോട്ടയത്തേക്ക് പോകുന്നു. കോട്ടയം പോലീസ് ഗ്രൗണ്ടിൽ മന്ത്രി മോഹൻ ജോസഫ് പതാക ഉയർത്തി. ടോബി ജോൺസൺ അവിടെ നിന്നും തത്സമയം ചേരുകയാണ്. പറയൂ ടോബി. SKN കൃത്യം 9 മണിക്ക് തന്നെ മന്ത്രി പതാക ഉയർത്തി. അതിനുശേഷം സല്യൂട്ട് സ്വീകരിച്ചു. ഇപ്പോൾ വിവിധ പ്ലാറ്റൂണുകളുടെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ മാർച്ച് പാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ തന്നെ ഇത്തവണയും വിപുലമായിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ സ്കൂളുകൾ, അതുപോലെ തന്നെ മറ്റ് പോലീസിൻ്റെ വിവിധ പ്ലാറ്റൂണുകൾ, അങ്ങനെ ഏകദേശം 25ഓളം പ്ലാറ്റൂണുകളാണ് ഇത്തവണത്തെ ഈ മാർച്ചിൽ ഈ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മാർച്ച് പാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതിന് വേണ്ടി മന്ത്രി സംസാരിക്കാൻ തുടങ്ങുകയാണ്. കോട്ടയം ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയും അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വിവിധ ഉദ്യോഗസ്ഥർ അങ്ങനെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഈ ആഘോഷത്തിൽ, ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ജില്ലയിലുടനീളം MG സർവകലാശാലയിലടക്കം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. കൃത്യം 9 മണിക്ക് തന്നെ പതാക ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ മന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. മന്ത്രി കോഴിക്കോട് വെസ്റ്റിൽ വിക്രം മൈതാനിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പതാക ഉയർത്തി. അനീഷ് ദേവസ്യ ചേരുന്നു തത്സമയം. കോഴിക്കോട് ജില്ലയിൽ സ്വാതന്ത്ര്യദിന വിപുലമായി ആഘോഷിക്കുകയാണ്. വെസ്റ്റിൽ വിക്രം മൈതാനത്താണ് ജില്ലാതല പരേഡും ചടങ്ങുകളും നടക്കുന്നത്. വിശിഷ്ടാതിയായി തൊഴിൽ സംരക്ഷണ വകുപ്പ്
പോലീസ് മേധാവി സ്വീകരിച്ചിരിക്കുകയാണ്. രാവിലെ 9 മണിയോടെ തന്നെ മന്ത്രി പതാക ഉയർത്തി തുടർന്ന് പരേഡിന് സല്യൂട്ട് നൽകി. വിവിധ പോലീസ് സേനാ വിഭാഗങ്ങൾ, എക്സൈസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് വകുപ്പ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഉൾപ്പെടെ 22 പട്ടണങ്ങളാണ് പരേഡിൽ അണിനിരുന്നത്. നിലവിൽ ഈ പരിപാടികൾ സ്വീകരിച്ച ശേഷം മന്ത്രി ബിന്ദു കൃഷ്ണ ഇപ്പോൾ സാധുവിന് സന്ദേശം നൽകുകയാണ്. അതിനുശേഷം ദേശീയഗാനത്തിന് ശേഷം പരേഡ് പിരിച്ചുവിടും. ശേഷം സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു കലാപരിപാടികളും ഇവിടെ അരങ്ങേറും. SK. ഇപ്പോൾ മന്ത്രി ബിന്ദുകൃഷ്ണൻ സംസാരിക്കുന്ന ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.